ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തമ്മാടികളായ എത്ര പണ്ഡിതർ, അജ്ഞരായ എത്ര ആരാധകർ. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഈ ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പണ്ഡിതരായിരിക്കും, പക്ഷേ അവർ തമ്മാടികളായിരിക്കും എന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ശ്രദ്ധയുണ്ടാവില്ല. അവർ അവരുടേതായ രീതിയിലാണ് ഈ ദീനിനെ പ്രചരിപ്പിക്കുക. അത് തികച്ചും അസത്യമായിരിക്കും. അത് അവരെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ ഇവിടെ തന്നെ പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ ആളുകൾ, നമ്മളെ പേരെടുത്ത് പറയുന്നില്ല, എത്രയോ ആളുകൾ ഒരു പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് അവർ നമ്മളെ ദീനിനെ കുപ്രചരണം നടത്തുകയാണ്. അത് ആരാധിക്കുന്ന ആൾക്കാർ അതുണ്ട്, അതിന് പിൻപറ്റുന്ന, അതിന് ഫോളോ ചെയ്യുന്ന ആളുകളും ഉണ്ടെന്നാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. 1400 വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ ഇങ്ങനത്തെ തമ്മാടികളായ പണ്ഡിതരെ നമ്മൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ് ഇത്, എങ്കിൽ കൂടി സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ നല്ല പണ്ഡിതരെ ഫോളോ ചെയ്യുന്ന ആളുകളായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.